നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ കുടുംബത്തിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വിന്റെ കുടുംബത്തെക്കുറിച്ച് ദിയ നടത്തിയ പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ദിയ പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ നിരവധി സൈബർ ആക്രമണങ്ങളും ദിയ നേരിട്ടിരുന്നു. പറഞ്ഞത് ന്യായമായ കാര്യമാണെങ്കിലും പറഞ്ഞ രീതി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. വഴിയിൽ നിൽക്കുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായി അച്ഛനും അമ്മയുമുണ്ട്, അതില്ലാത്തവർ വേണമെങ്കിൽ ആരെയെങ്കിലും അങ്ങനെ വിളിച്ചോളൂ എന്നാണ് ദിയ പറഞ്ഞത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ദിയയുടെ സംസാരമെന്ന വിമർശനം വന്നു. മുൻപ് പിന്തുണച്ചവർ പോലും ഇന്ന് തള്ളി പറയുന്നു. ഇതിനിടെ 10,000-ലേറെ പേർ യൂട്യൂബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പോഴിതാ തന്റെ പരാമർശത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. സ്വന്തമായ അച്ഛനും അമ്മയും ഇല്ലാത്തവർ ബാക്കിയുള്ളവരെ പോയി അച്ഛ അമ്മയെന്ന് വിളിച്ചോളൂ എന്ന പരാമർശം തന്നെ വേദനിപ്പിച്ചുവെന്ന് ഒരാൾ ദിയയ്ക്ക് മെസ്സേജ് അയച്ചു. ഇതിന്റെ സ്ക്രീൻഷോട്ടോടുകൂടിയാണ് ദിയ കൃഷ്ണയുടെ പ്രതികരണം. കുറച്ച് നെഗറ്റീവ് കമന്റുകൾക്കെതിരെ ഞാൻ നടത്തിയ പ്രസ്താവന വലിയ തെറ്റിദ്ധാരണയുണ്ടാക്കി എന്ന് തോന്നുന്നു. എന്റെ ഈ ഫോളോവർ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഒരുപാട് ആലോചിച്ചില്ല. എന്റെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് കുടുംബത്തിലെ ചിലർ ഇതേ കാര്യം പറഞ്ഞ് ആത്മാർത്ഥമായി മെസ്സേജ് അയച്ചു. ആരെങ്കിലും വേദനിപ്പിക്കുകയോ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ദിയ കൃഷ്ണയുടെ വാക്കുകൾ. അതേസമയം അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ദിയ പറഞ്ഞു. നിലവിൽ ദിയയുടെ ബിസിനസ് പേജിൽ പോലും നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങരുത്, അഹങ്കാരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നാണ് ഭൂരിഭാഗം കമന്റുകളും. ഇതിനിടെയാണ് ഭാഗികമായെങ്കിലും ക്ഷമ പറയാൻ ദിയ കൃഷ്ണ തയ്യാറായത്. ഭർത്താവിന്റെ വീട്ടുകാരെ ദിയ അപമാനിച്ചുവെന്ന് നെറ്റിസൺസ് പറയുന്നു. ദിയ പറഞ്ഞത് തെറ്റാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായങ്ങൾ. ഇതിനിടെ വ്ലോഗിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ദിയയുടെ മറ്റൊരു പരാമർശം റെഡിറ്റ് യൂസേഴ്സ് ചൂണ്ടിക്കാട്ടുകയാണ്. വംശീയമായി അധിക്ഷേപിക്കുന്ന പരാമർശം ദിയ നടത്തിയെന്നാണ് വിമർശനം. സുഹൃത്ത് അഞ്ജലിക്ക് സമ്മാനം വാങ്ങി നൽകിയതായിരുന്നു ദിയ. ഡയമണ്ട് ലോക്കറ്റാണ് ദിയ നൽകിയത്. അഞ്ജലിക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് ദിയയ്ക്ക് ഉറപ്പില്ല. ഇക്കാര്യം അഞ്ജലിയോട് തന്നെ പറയുന്നു. പാണ്ഡി സാധനം വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് അഞ്ജലിയുടെ മനസ്സിൽ കൂടെ പോകുമെന്നാണ് ദിയ പറഞ്ഞത്. പാണ്ഡി എന്ന പ്രയോഗം അടുത്ത കാലത്തായി തമിഴരെ കളിയാക്കുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ്നാട്ടുകാരനാണ്. അശ്വിനെയും കുടുംബത്തെയും പരിഹസിച്ചതിന് തുല്യമല്ലേ ദിയയുടെ വാക്കുകളെന്ന് നെറ്റിസൺസ് ചോദിക്കുന്നുണ്ട്. നേരത്തെ ദിയയെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ താല്പര്യമില്ലെന്നായിരുന്നു കമന്റുകൾ. ഓമിയുടെ ആദ്യ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള വ്ലോഗിന് താഴെയും ദിയയുടെ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ഒരൊറ്റ വാചകത്തിലൂടെയാണ് ഇത്രയും വെറുക്കപ്പെട്ടവളായി മാറിയത്. അശ്വിനെയും ഓമിയെയും കാണാനായാണ് വീഡിയോ കാണുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഒരു വാക്കിൽ നമ്മൾ പുറന്തള്ളുമോ? വിട്ടുകൊടുക്കലും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ സ്നേഹമല്ലേ? നിലവിലെ വിവാദത്തിൽ നിന്നും എങ്ങനെ ശ്രദ്ധ മാറ്റണമെന്ന് അറിയാം, അതാണ് കൊച്ചിനെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ ആളുകളെ കൂട്ടാമെന്നാണ് ചിന്ത തുടങ്ങിയ അഭിപ്രായങ്ങളാണ് വ്ലോഗിന് താഴെയുള്ളത്. സ്വന്തം തെറ്റുകൾ ദിയ ഒരിക്കലും അംഗീകരിക്കില്ല. അശ്വിനെ പോലെയാണ് ബേബി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ദിയ അത് തിരുത്തും. ഇല്ല, ബേബി എന്നെ പോലെയാണ്, അശ്വിനെ പോലെയേ അല്ല എന്ന് പറയും. ഒരാഴ്ച മുൻപ് ദിയ മമ്മ എന്ന് വിളിക്കാൻ കുഞ്ഞിനോട് പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പ എന്നായിരുന്നു ഓമി വിളിച്ചത്. ബേബി അപ്പയെ വിളിച്ചല്ലോ എന്ന കമന്റുകൾ വന്നപ്പോൾ ഇല്ല, അവൻ എന്നെയാണ് വിളിച്ചത്, എന്റെ കുഞ്ഞ് എന്ത് വിളിക്കുമെന്ന് എനിക്കറിയാം, ഇങ്ങനെയാണ് ദിയ പറയാറുള്ളത്. റിച്ചും വിവാഹത്തിലേക്ക് പോയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ബ്ലോഗിലൂടെയായി പങ്കുവച്ചിരുന്നു. ആദ്യ കാഴ്ചയിൽ അശ്വിനെ ഇഷ്ടമായിരുന്നില്ല, എന്തൊരു ജാട എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. അടുത്തറിഞ്ഞപ്പോഴാണ് ആ ധാരണകളെല്ലാം മാറിയതെന്നും ദിയ പറഞ്ഞിരുന്നു. എഞ്ചിനീയർ ആയിരുന്നുവെങ്കിലും ആ ജോലി ഉപേക്ഷിച്ച് ദിയയുടെ കൂടെ ചേർന്നിരിക്കുകയാണ് അശ്വിൻ. തന്റെ വളർച്ച മാത്രമല്ല, ദിയയുടെ ബിസിനസ്സിലെ കാര്യങ്ങളും തുടക്കം മുതലേ അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിലൂടെയായി എല്ലാ വിശേഷങ്ങളും പങ്കിടാറുണ്ട് ഇരുവരും. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.